ഹായ് പ്രൈസ് ലോർഡ്. നമ്മൾ ഈ വർഷത്തിന്റെ ഒടുവിലത്തെ മാസത്തിൽ എത്തിയിരിക്കുകയാണല്ലോ. അതെ, ഇന്ന് ഡിസംബർ 1-ാം തീയതിയാണ്. എന്നാൽ നാം ഈ ദിവസങ്ങളിൽ ദൈവവചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും ദൈവവുമായിട്ടുള്ള സംഭാഷണത്തിലും ഒക്കെയും വർദ്ധിച്ചു വരേണ്ട നാളുകളാണ്. ദൈവം നമ്മെ ഇതുവരെ വഴി നടത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവിടുന്നല്ല പരിശുദ്ധ ദൈവം, അവിടുന്നല്ല സർവ്വജ്ഞ ഗുരുവും, അവിടുന്നല്ല സൃഷ്ടാവിലുളവായതും, അവിടുന്നല്ല സകലത്തിൻ സകലവും. കർത്താവേ പരിശുദ്ധനാം ക്രിസ്തു യേശുവേ, വാഴ്ത്തിയിടുന്നേ അങ്ങേ പുകഴ്ത്തിയിടുമേ എൻ ജീവകാലമെല്ലാം. ഹല്ലേലൂയ, വാഴ്ത്തിയിടുന്നേ അങ്ങേ പുകഴ്ത്തിയിടുമേ എൻ ജീവകാലമെല്ലാം. രാത്രിയിൽ പാത്തും പതുങ്ങിയും എത്തി യേശുവിനടുക്കലൊരപ്പൂപ്പൻ, രാത്രിയിൽ പാത്തും പതുങ്ങിയും എത്തി യേശുവിനടുക്കലൊരപ്പൂപ്പൻ. സ്വർഗത്തിലേക്കു പോകുവാൻ എനിക്ക് വഴി പറഞ്ഞിടു ദൈവപുത്ര, സ്വർഗത്തിലേക്കു പോകുവാൻ എനിക്ക് വഴി പറഞ്ഞിടു ദൈവപുത്ര. കർത്താവേ പരിശുദ്ധനാ ക്രിസ്തു യേശുവേ, വാഴ്ത്തിയിടുന്നേ അങ്ങേ പുകഴ്ത്തിയിടുമേ എൻ ജീവകാലമെല്ലാം. ഹല്ലേലൂയ, വാഴ്ത്തിയിടുന്നേ അങ്ങേ പുകഴ്ത്തിയിടുമേ എൻ ജീവകാലമെല്ലാം. യേശു മൊഴിഞ്ഞു സത്യം സത്യമായി ദൈവരാജ്യത്തിലേക്ക് എത്തിടുവാൻ, യേശു മൊഴിഞ്ഞു സത്യം സത്യമായി ദൈവരാജ്യത്തിലേക്ക് എത്തിടുവാൻ. പുതുതായി ജനിക്കാൻ തന്നെ വേണം യഹൂദയിൻ പ്രമാണിയെ, പുതുതായി ജനിക്കാൻ തന്നെ വേണം യഹൂദയിൻ പ്രമാണിയെ. കർത്താവേ പരിശുദ്ധനാ ക്രിസ്തു യേശുവേ, വാഴ്ത്തിയിടുന്നേ അങ്ങേ പുകഴ്ത്തിയിടുമേ എൻ ജീവകാലമെല്ലാം. ഹല്ലേലൂയ, വാഴ്ത്തിയിടുന്നേ അങ്ങേ പുകഴ്ത്തിയിടുമേ എൻ ജീവകാലമെല്ലാം. വൃദ്ധനായി തീർന്ന ഞാൻ എങ്ങനെ രണ്ടാമതും വീണ്ടും ജനിക്കും? വൃദ്ധനായി തീർന്ന ഞാൻ എങ്ങനെ രണ്ടാമതും വീണ്ടും ജനിക്കും? അമ്മയുടെ ഉദരത്തിൽ കടന്നു വീണ്ടും ജനിച്ചിടേണ്ടി വരുമല്ലോ, അമ്മയുടെ ഉദരത്തിൽ കടന്നു വീണ്ടും ജനിച്ചിടേണ്ടി വരുമല്ലോ. കർത്താവേ പരിശുദ്ധനാ ക്രിസ്തു യേശുവേ, വാഴ്ത്തിയിടുന്നേ അങ്ങേ പുകഴ്ത്തിയിടുന്നേ എൻ ജീവകാലമെല്ലാം. ഹല്ലേലൂയ, വാഴ്ത്തിയിടുന്നേ അങ്ങേ പുകഴ്ത്തിയിടുന്നേ എൻ ജീവകാലമെല്ലാം. നല്ല ദൈവിക സംഭാഷണത്തിനായി ബുദ്ധിമാനും ഉന്നതനും വൃദ്ധനുമായ ഒരു വ്യക്തി പുറപ്പെടുന്നു. രംഗം നോക്കൂ. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായി നിക്കോദെമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തില് നാം അങ്ങനെയാണ് കാണുന്നത്. അതെ, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ബുദ്ധിമാൻ. അദ്ദേഹം രാത്രിയിൽ യേശു കർത്താവിൻ്റെ അടുക്കൽ വരികയാണ്. അതെ, യേശുവിനോട് എന്നിട്ട് പറയുകയാണ്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു നിക്കോദെമോസിനോട് പറയുകയാണ്,
പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ നിക്കോദെമോസ് യേശുവിനോട് പറയുന്ന ഉത്തരം വളരെ രസകരമാണ്. പ്രിയ കൂട്ടുകാരെ, നമുക്ക് യേശു കർത്താവിനോട് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എങ്ങനെ തുറന്ന് ചോദിക്കാം, സംഭാഷിക്കാം. ഓക്കെ, അതിന് രാത്രിയോ പകലോ അങ്ങനെ ഒന്നും വ്യത്യാസമില്ല. ഏത് സമയത്തും നമ്മുടെ കർത്താവിൻ്റെ മുഖം നമ്മൾ അന്വേഷിക്കുമ്പോൾ കർത്താവിന് എന്ത് ഇഷ്ടമാണെന്നാ, കർത്താവ് നമ്മളെ സ്നേഹിക്കും. ഓക്കെ, ഒരു ഗ്രാമറൊന്നും വേണ്ട കേട്ടോ. നമുക്ക് നല്ല എളുപ്പം നമ്മുടെ കർത്താവിനോട് എന്തും ചോദിക്കാം. ഇവിടെ ഉപദേഷ്ടാവായ വ്യക്തി ചോദിക്കുകയാണ്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിക്കും. അതിന് യേശു ആമേൻ ആമേൻ എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അതായത് ആവർത്തിച്ച് സമർത്ഥിച്ച് പറയുകയാണ്. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ മനോഹരമായ സംഭാഷണം അവിടെ നടക്കുന്നു. അതെ, നമുക്ക് 1 പത്രോസ് ലേഖനത്തിൽ നാം കാണുന്ന 1:23, കെടുന്ന ബീജത്താലല്ല കെടാത്തനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു. വീണ്ടും ജനിച്ചിരിക്കുന്ന ദൈവ പൈതലെ, ഈ ദിവസങ്ങളിൽ ദൈവമായിട്ടുള്ള വലിയൊരു സംഭാഷണം, സംസർഗമൊക്കെയും നമുക്ക് ആവശ്യമായിരിക്കുന്നു. ആ നിലയിൽ കർത്താവിനോട് വളരെ അടുത്തു ചെല്ലാം. മാത്രമല്ല, ഭക്തന്മാരായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഈ ദിവസങ്ങൾ നമുക്ക് ആവശ്യമായിരിക്കുന്നു. ആ ആലോചനയും ആ ദൈവവചന ധ്യാനവും അന്യോന്യം ആ വചനം ഷെയർ ചെയ്യുമ്പോഴുള്ള ആ വലിയ ഒരു സ്പാർക്കും അതൊക്കെ ഈ ദിവസങ്ങൾ ആവശ്യമായിരുന്നു. അതിൽ നിന്നൊരു ഉണർവുണ്ടാകട്ടെ. നമുക്ക് ബെരോബയിലെ ദൈവവചനം പരിശോധിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്തിരുന്നു. ഇന്നത്തെ വാക്യ സങ്കീർത്തനങ്ങൾ 40:11, യഹോവേ, നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കളകയില്ല, നിന്റെ ദയയും സത്യവും എന്നെ നിത്യം പരിപാലിക്കും. സങ്കീർത്തനങ്ങൾ 40:11. അതെ, കർത്താവിന്റെ കരുണ നമ്മെ അടച്ചു കളയാത്ത ദൈവമാ. നമ്മളെ കർത്താവിന്റെ ദയയും സത്യവും നമ്മെ അറിയിക്കുകയും പരിപാലിക്കുകയും ഒക്കെ വഴി നടത്തുകയും ചെയ്യുന്ന ദൈവമാണ് നമുക്കുള്ളത്. 30 ദിവസവും അത് ഗുണകരവും പുതിയ വർഷത്തേക്കുള്ള ഒരു ഒരുക്കവും നമ്മളിലുണ്ടാകട്ടെ. കർത്താവ് നമ്മെ അതിനായി സഹായിക്കട്ടെ. എത്ര നല്ല സംഭാഷണം, വഴിയിൽ എപ്പോഴും യേശു യേശു